ഗുരുവായൂരിലെ പ്രശ്നമാണ്. ഗുരുവായൂരിലെ ഏകാദശി, അവിടുത്തെ പൂജാവിധാനം അല്ലെങ്കിൽ ആ സമ്പ്രദായം രൂപപ്പെടുത്തിയത് ശങ്കരാചാര്യരാണ്. അത് മാറ്റാനുള്ള ഒരു പരിശ്രമം ഇപ്പോൾ നടക്കുകയാണ്. അങ്ങ് എങ്ങനെ കാണും? ഇവിടെ നമ്മുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും അവ തലമുറകളായി കൈമാറി വന്ന് തുടർന്ന് പോരുന്നതാണ്. ഏത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടായാലും അതുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒട്ടനവധി ഐതിഹ്യങ്ങളും പരമ്പരാഗതമായി കൈമാറി വരുന്ന വിശ്വാസങ്ങളുമുണ്ട്. ആ വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളും നിലനിൽക്കുന്നിടത്താണ് ആ സ്ഥാപനത്തിൻ്റെ അഥവാ ആ സങ്കേതത്തിൻ്റെ നിലനിൽപ്പ്. ഇത് പറയുന്ന സമയത്ത് ഭഗവാൻ ഭാഷ്യകാരൻ ശ്രീമദ് ആദി ശങ്കരാചാര്യസ്വാമികൾ ഗുരുവായൂരിൽ വന്നിട്ടുണ്ടോ, ഗുരുവായൂർ ആചരണം ചിട്ടപ്പെടുത്തിയിട്ടുണ്ടോ എനിക്കറിയില്ല. ഉണ്ടെന്ന് ഞാൻ പറയില്ല. കാരണം കേരളത്തിൽ ഒതുങ്ങി ജീവിച്ച, കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ സമ്പ്രദായങ്ങൾ ചിട്ടപ്പെടുത്തിയ ഒരാളായിരുന്നില്ല ഭഗവാൻ ഭാഷ്യകാരനെന്ന് നമുക്ക് ഭാഷ്യങ്ങളിലൂടെയും അതുപോലെ ശങ്കര ദിഗ്വിജയങ്ങളിലൂടെയും ഒക്കെ മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ കേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട അതിശക്തനായ പ്രഭാവശാലിയായ ആധ്യാത്മിക ധാർമ്മിക തേജസ്സിൻ്റെ പരമാവധിയായ ഒരു ശങ്കരാചാര്യർ ഉണ്ടായിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അത് നമ്മൾ പ്രസ്ഥാനത്രയ ഭാഷ്യകാരനായ ഭഗവാൻ ആദി ശങ്കരാചാര്യസ്വാമികൾ ഭഗവാൻ ഭാഷ്യകാരനാണ് എന്ന് സമർത്ഥിക്കാനൊന്നും പോകുന്നില്ല. അത് സമർത്ഥിക്കാൻ പോയാൽ അത് വിഫലമായിരിക്കും. മറിച്ച് കേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ആവർത്തിക്കുകയാണ് നേരത്തെ പറഞ്ഞ വാക്കുകൾ, ആധ്യാത്മികവും ധാർമ്മികവുമായി അത്യന്തം പ്രബലനും പ്രഭാവശാലിയുമായ ഒരു ശങ്കരാചാര്യർ പ്രവർത്തിച്ചിട്ടുണ്ട്. കേരളത്തിൽ മഠം സ്ഥാപനം ചെയ്ത, കേരളത്തിൽ ആ ഒരു ശാങ്കര പരമ്പരയുടെ ശാക്തീകരണം നിർവഹിച്ച ആ മഹാപുരുഷൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചെന്നെന്നും അവിടുത്തെ വിധാനങ്ങളെ ചിട്ടപ്പെടുത്തി എന്നുള്ളതും നമ്മൾ പരമ്പരാഗതമായി സൂക്ഷിച്ചു പോരുന്ന വിശ്വാസവും മറ്റുമാണ്. ഈ വിശ്വാസങ്ങളെ നമ്മൾ ധ്വംസിക്കാനാണോ പരിശ്രമിക്കുന്നത്? അത് ആ സങ്കേതത്തെ തന്നെ തകർക്കുന്നതാണ്. താത്കാലികമായ എന്തെങ്കിലും വൈകാരിക ഭാവം കൊണ്ട് അങ്ങനെയുള്ള ആശയങ്ങൾ പറയുന്നവർ ശ്രദ്ധിക്കേണ്ടത് തങ്ങൾ നിലനിൽക്കുന്ന, തങ്ങൾ ഏത് പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഏത് സ്ഥാപനത്തിൻ്റെ ഭാഗമായി ജീവിക്കുന്നുവോ അതിനെ തന്നെ നശിപ്പിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളാണ് ചെയ്യുന്നതെന്ന് ഓർമ്മിക്കേണ്ടതാണ്. വ്യക്തമാണ്. ശബരിമല ഇപ്പോൾ വീണ്ടും ഈ സീസൺ ആയപ്പോഴത്തേക്ക് വീണ്ടും വാവർ എന്ന് പറയുന്ന സംഭവം വീണ്ടും പൊന്തി വന്നിട്ടുണ്ട്. എന്താണ് അങ്ങയുടെ ഒരു വിലയിരുത്തൽ? ഇവിടെ ശബരിമല സീസണിൽ വിവാദം വേണമല്ലോ. എല്ലാ വർഷവും വിവാദം ഉണ്ടാക്കണം. വിവാദം ഉണ്ടാക്കിയാൽ തന്നെ അതൊരു സുഖമുള്ളൂ. ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരുണ്ടാക്കട്ടെ. ഇവിടെ ആ കൂട്ടത്തിൽ പുതിയൊരു വിവാദം ഉണ്ടാക്കാൻ ചിദാനന്ദപുരസ്വാമി ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ എന്ന് വെച്ചാൽ അവിടെ വാവരല്ല, വാപുരനാണ്, വാപുരനല്ല വാപരനാണ്, ഇങ്ങനെയൊക്കെയുള്ള തർക്കങ്ങളിലേക്കൊന്നും നമ്മൾ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് വളരെ പ്രസക്തമായ 2-3 വിഷയങ്ങൾ മാത്രം ചോദിക്കട്ടെ അഥവാ സൂചിപ്പിക്കട്ടെ. സന്നിധാനത്ത് കടുത്ത സ്വാമി, കൊച്ചു കടുത്ത സ്വാമി, അതുപോലെ മാളികപ്പുറം തുടങ്ങിയ സങ്കേതങ്ങൾ. മാളികപ്പുറം ദേവസ്വം ബോർഡ് കൈയാളി ചെയ്യുന്നു. കൊച്ചു കടുത്ത സ്വാമി തുടങ്ങിയവരുടെ ആചരണ വിഷയങ്ങളിൽ പ്രാചീനമായി ഉണ്ടായിരുന്ന വ്യവസ്ഥകളെ മുഴുവൻ ഇല്ലാതാക്കി ദേവസ്വം ബോർഡ് അത് ഏറ്റെടുത്തു കഴിഞ്ഞു. അവിടെ അധികാരമുള്ളവരുണ്ടായിരുന്നു, അതിൻ്റെ കൈങ്കര്യമുള്ള കുടുംബക്കാരുണ്ടായിരുന്നു. അതിനെ മുഴുവൻ മാറ്റി വനവാസികൾക്കുള്ള എല്ലാ അധികാരങ്ങളും എടുത്തു മാറ്റി ദേവസ്വം ബോർഡ് ആണ് നടത്തുന്നത്. അതുപോലെ പൊന്നമ്പലമേട്ടിൽ അഗ്നി ജ്വലിപ്പിക്കുന്നതിനും മറ്റും അധികാരമുള്ള വനവാസി വിഭാഗങ്ങളുണ്ടായിരുന്നു, കാണിക്കാർ സമുദായം ഉണ്ടായിരുന്നു. അത് മുഴുവൻ മാറ്റി ദേവസ്വം ബോർഡും പോലീസും ഒക്കെ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ചെയ്തപ്പോഴും അവിടുത്തെ വാവർനടയുടെ അധികാരസ്ഥാനം ഇല്ലാതാക്കിയിട്ടില്ല. അത് അവർ തന്നെയാണ് സൂക്ഷിക്കുന്നത്. ഈ വാവർനടയിൽ വാവര് സ്വാമിയാണ്. അതെ, സ്വാമി എങ്ങനെയാണ് ഇസ്ലാം ആവുക? ചോദ്യം. അപ്പോൾ ഇസ്ലാം ആരാധനാ രീതി അനുസരിച്ച് സ്വാമി എന്ന് അഭിസംബോധന ചെയ്യപ്പെടുന്നത് അംഗീകരിക്കപ്പെടുമോ ഇല്ലയോ? ചോദ്യം 1. 2, ഈ വാവർനടയിൽ വാവരുടെ പ്രതിനിധിയായിട്ടിരിക്കുന്നവർക്ക് പണം, എണ്ണ, ചൂടൻ കർപ്പൂരം, അരി, കുരുമുളക്, ഇത്രയും വസ്തുക്കൾ പന്തളത്തുനിന്ന് കൊടുക്കണം.
കുരുമുളക് ഭക്തന്മാർ കൊടുക്കണം. ഭക്തന്മാർ കൊടുക്കണം, അവിടെ നിൽക്കട്ടെ. ഭക്തന്മാർ അന്ധമായി എന്തോ ചെയ്യുന്നു. പക്ഷേ പന്തളത്തുനിന്ന് കൊടുക്കണം, അത് വ്യവസ്ഥയാണ്. അത് അന്നും ഇന്നും പന്തളം കൊട്ടാരം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ വ്യക്തമായി എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ പൂജ നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചൂടൻ കർപ്പൂരം, എണ്ണ തുടങ്ങിയവ ഉപയോഗിച്ചുള്ള പൂജ ഇസ്ലാമികമാണോ അല്ലയോ? ഇസ്ലാമികമാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ഇത് പറയേണ്ടത് ഇസ്ലാം വിദ്വാൻമാരാണ്, ഇസ്ലാമിക സമൂഹമാണ്. ഈ ചൂടൻ കർപ്പൂരവും എണ്ണയും ഉപയോഗിച്ചുള്ള പൂജ ഇസ്ലാമികമാണോ അല്ലയോ? അത് ഇസ്ലാമികമല്ല എങ്കിൽ നിങ്ങൾ വാവരെ തള്ളി പറയുക, ഇത് ഇസ്ലാം ആചാരത്തിൻ്റെ ഭാഗമല്ല, ഇത് ഹൈന്ദവമാണ് എന്ന് പറയുക. അല്ല, ഇത് ഇസ്ലാമികമാണോ എങ്കിൽ നിങ്ങൾ അംഗീകരിക്കുക. അംഗീകരിച്ചേ മതിയോ? രണ്ടും കെട്ട നിലപാട് പറ്റില്ല. അപ്പോൾ ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണമനുസരിച്ച് ഏറ്റവും വലിയ ശിർക്ക്, ഏറ്റവും വലിയ ദൂഷിതമായ കർമ്മം വിഗ്രഹാരാധനയാണ്. അതെ, വിഗ്രഹാരാധന പാടില്ല എന്ന് മാത്രമല്ല, വിഗ്രഹാരാധനയോട് പങ്കുപറ്റാൻ പാടില്ല എന്ന നിയമമുണ്ട്. അപ്പോൾ അയ്യപ്പൻ എന്ന ധർമ്മശാസ്താവിൽ സമാഹിതനായ ഭഗവാൻ, ആ അയ്യപ്പസ്വാമി സമാഹിതനായ സ്ഥലമാണ് ശബരിമലയിലുള്ളത്. ധർമ്മശാസ്താവിൻ്റെ ക്ഷേത്രമാണ് ശബരിമലയിലുള്ളത്. ഈ രണ്ടും ചേർന്ന സങ്കേതമാണ്. ഒപ്പം മാളികപ്പുറത്തമ്മ വിരാജിക്കുന്ന സങ്കേതമാണ്. ഈ വിഗ്രഹോപാസനയോട് പങ്കുപറ്റുന്നത് ഇസ്ലാമികമാണോ അല്ലയോ? ചോദ്യം 3. അടുത്ത ചോദ്യം, തങ്ങൾ ഹറാമായി കണക്കാക്കുന്ന ഭസ്മം ഭക്തന്മാർക്ക് കൊടുക്കുന്നത് ഇസ്ലാമികമാണോ? അല്ല, അത് ഹലാലാണോ? ഭസ്മം ഹലാലാണെങ്കിൽ അത് നിങ്ങൾ തുറന്നു പറയണം. ഹറാമാണെങ്കിൽ ഹറാമായ വസ്തു കൊടുക്കാൻ പാടുണ്ടോ? അപ്പോൾ ഇത് വളരെ വികലമായൊരു സമൂഹ മനസ്സിനെ സൃഷ്ടിച്ചുകൊണ്ട് മതമൈത്രി, മതേതരത്വം എന്നുള്ളതിൻ്റെ ഉദാത്ത മാതൃകയായിട്ടാണ് ശബരിമലയെ കാണിക്കുന്നത്. അബദ്ധമാണ്. കാരണം ഇതൊന്നും ഇസ്ലാമികമല്ല. ഇസ്ലാമികമല്ലാത്തൊരു ചര്യ നിർവഹിക്കുകയും അതിന് ഇസ്ലാമികം എന്ന മുദ്ര കൊടുക്കുകയും ചെയ്യാം. എന്നിട്ട് ആദ്യത്തെ ഒന്നാമത്തെ തെറ്റ്. രണ്ടാമത്തത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് മതേതരമാണ്, മതമൈത്രിയാണെന്ന് കാണിക്കുക. ഇത് അബദ്ധമാണ്. ഇനി ഇതിനേക്കാൾ രസകരമാണ്, എരുമേലിയിൽ വാവര് അല്ലെങ്കിൽ വാപുരനുമായി യാതൊരു ബന്ധവുമില്ലാത്ത സങ്കേതം. ആ സങ്കേതത്തെ വാവര് പള്ളിയായിട്ട് പറഞ്ഞു. അവിടെ പോയിട്ട് പേട്ട തുള്ളാൻ ഈ ഭക്തന്മാരെന്ന് പറയുന്ന അറിവില്ലാ പൈതങ്ങളാണ് പൊന്ന് ഭഗവാനെ എന്ന് സ്വയം പറയുന്ന, സത്യസന്ധമായി പറയുന്ന ഒരു വിഭാഗം അവിടെ എഴുതി വെച്ചത് മലയാളത്തിലാണ്, അറബിയിലല്ല. ആ പള്ളിയിൽ മലയാളത്തിലാണ് എഴുതി വെച്ചത്, ആരാധനയ്ക്കർഹൻ സർവശക്തനായ ദൈവം മാത്രം, ഒരു വിരോധമില്ല, ആ ദൈവം ശാസ്താവ് ആവാലോ. അതെ. പക്ഷെ തൊട്ടടുത്ത വരി, മുഹമ്മദ് നബി അവൻ്റെ പ്രവാചകനാകുന്നു. അപ്പോൾ അവൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകുന്നു എന്ന് പറയുമ്പോൾ 100% ഏതാണ് ഈ സർവശക്തങ്ങൾ? ഉറപ്പാണല്ലോ, അല്ലാഹു മാത്രം. അല്ലാഹു മാത്രം. അതാണല്ലോ 5 നേരം ബാങ്ക് എല്ലാത്തിലും വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർത്തും ഇസ്ലാമിക സ്ഥാപനമാണ് ഞങ്ങളുടെതെന്ന് അവർ സത്യസന്ധമായി പറഞ്ഞിരിക്കുക. അവിടെ ഞാൻ ഇസ്ലാമിനെ കുറ്റപ്പെടുത്തില്ല, ഒരിക്കലും കുറ്റപ്പെടുത്താൻ പാടില്ല. അവർ സത്യസന്ധമായി പറഞ്ഞിരിക്കുകയാണ് ഈ സങ്കേതം ആരുടേതാണ്, ഇത് അല്ലാഹുവിൻ്റെ സങ്കേതമാണ്. മുഹമ്മദ് നബി ആരുടെ പ്രവാചകനാണോ ആ അല്ലാഹുവിൻ്റെ സങ്കേതമാണ് ഇതെന്ന് അവർ സത്യസന്ധമായി പറഞ്ഞിരിക്കുക. അവർക്ക് 100% അഭിവാദനങ്ങളുണ്ട്, അനുമോദനങ്ങളുണ്ട്. പക്ഷേ ഇത് കണ്ടിട്ടും ശബരിമല വ്രതം നോറ്റ് ആ വ്രതദീക്ഷയോടുകൂടി അയ്യപ്പനല്ലാതെ മറ്റൊന്നില്ല, സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടുമെന്നൊക്കെ വിളിച്ചു പറഞ്ഞ് 18 കോട്ടകളുടെയും പ്രതീകമായിട്ടുള്ള, അതുപോലെ സൂക്ഷ്മ കാരണ ശരീരങ്ങളുടെ ചേർച്ചയായിട്ടുള്ള 18 പടികളെ കടന്ന് ഭഗവത് ദർശനം നേടാൻ വേണ്ടി പോകുന്നവർ ഈ ഒരു സങ്കേതത്തിലാണോ പോയി ദർശിക്കേണ്ടത്? അപ്പോൾ പണം കിട്ടുമെന്ന് വന്നാൽ ഏത് അനിസ്ലാമികമായ ഇടപാടിനെയും ഇസ്ലാമികമെന്ന് മുദ്ര കുത്താൻ നിങ്ങൾ തയ്യാറാണോ? അല്ലെങ്കിൽ തുറന്നു പറയുക ഇത് അനിസ്ലാമികമാണ്, ഇതിൻ്റെ പേരിൽ ഒരു മതേതരത്വമോ മതമൈത്രിയോ ഇല്ല എന്നുള്ളത്. ഇനി ഇതിനേക്കാൾ രസകരമായിട്ടുള്ളത്, അങ്ങ് വാവരുടെ ചോദിച്ചുകൊണ്ട് പറയുകയാണ്, പുതിയൊരു അവതാരമുണ്ട് ഇപ്പോൾ. ആ പുതിയ അവതാരം വെളുത്തച്ഛനാണ്. അത് ഏറ്റവും രസകരമാണ്. അതിൻ്റെ അപകടം കുറച്ചൊന്നുമല്ല. കാരണം വാവരുടേത് ഇവിടെ തുള്ളി പൈസ കൊടുക്കുന്നേ ഉള്ളൂ. ഈ തുള്ളിയിട്ട് പൈസ കൊടുത്ത് ഭസ്മം വാങ്ങി, ഹറാമായ വസ്തു വാങ്ങി ഭക്തിപൂർവ്വം തൊഴുത് പോകുന്നേ ഉള്ളൂ. അത് ചെയ്തോട്ടെ, അറിവില്ല പൈതങ്ങളല്ലേ, കുഴപ്പമില്ല. പക്ഷെ മറ്റതല്ല, മറ്റത് അപകടകരമാണ്. കാരണം നിങ്ങൾ നിങ്ങളുടെ ദേശക്ഷേത്രത്തിൽ വെച്ച് ഗുരുസ്വാമി തരുന്ന മാല,
അയ്യപ്പനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുകയാണ്. അതാണ് ഈ മുദ്ര ധരിക്കുന്നത്. ആ മുദ്ര ധരിക്കുന്ന ദിവസം മുതൽ നിങ്ങൾ ഭക്തനല്ല, അയ്യപ്പനാണ്. അപ്പോൾ ഗുരുവായൂരിൽ പോകുന്ന ആൾ ഭക്തനാണ്, ബദ്രീനാഥിൽ പോകുന്ന ആൾ ഭക്തനാണ്, കേദാർനാഥിൽ പോകുന്ന ആൾ ഭക്തനാണ്, ശബരിമല പോകുന്ന ആൾ ഭക്തനല്ല, ഭഗവാനാണ്, അയ്യപ്പനാണ്, സ്വാമിയാണ്. ആ സ്വാമിയായിരുന്ന ആൾ ആർത്തുങ്കൽ പള്ളിയിൽ പോയി മാല ഊരണമെന്ന് പറഞ്ഞാൽ എന്താ അത് നൽകുന്ന മെസ്സേജ്? അല്ല, ഇത് കേട്ട് വിശ്വസിക്കുന്ന ഹിന്ദുക്കളല്ലേ വിഡ്ഢികൾ? അത് നൽകുന്ന മെസ്സേജ് എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ നിങ്ങളുടെ ഗ്രാമക്ഷേത്രത്തിൽ നിന്ന് ഗുരുസ്വാമി മുഖേന ഇട്ട മാല പള്ളിയിൽ പോയി ഊരി വലിച്ചെറിയണം എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ സാമൂഹിക സന്ദേശം? ഇനി ആരാണ് ഈ ആർത്തുങ്കൽ പള്ളിയിൽ? അവിടെ വെളുത്തച്ഛനാണത്രേ. ആരാ വെളുത്തച്ഛൻ? വെളുത്തച്ഛൻ അയ്യപ്പൻ്റെ ഗുരുസ്ഥാനീയനാണത്രേ. എവിടെ പറഞ്ഞു? ആര് പറഞ്ഞു? പുതിയൊരു അവതാരങ്ങളെ കൊണ്ടുവരികയാണ്. ഒരു ഫാദർ ഫെനീഷ്യോ ആണത്രേ അവിടെ ഉണ്ടായിരുന്ന ആൾ. അയാളെങ്ങനെയാണ് വെളുത്തച്ഛനാവുക? എന്നാൽ അയ്യപ്പനുമായി ബന്ധപ്പെട്ട് വെളുത്തയുണ്ട്. അതെ, ആ വെളുത്തച്ഛനല്ല. അദ്ദേഹം അഭ്യാസിയായിരുന്ന, അയ്യപ്പൻ്റെ കൂട്ടാളിയായിരുന്ന ഒരു വെളുത്തയെക്കുറിച്ച് പരാമർശം കേട്ടിട്ടുണ്ട് മുഹമ്മയിൽ. ആയോധന വിദ്യ അഭ്യസിക്കുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് വെളുത്തയുണ്ട്. ആ വെളുത്തയാര്? വെളുത്തച്ഛനാര്? അപ്പോൾ ഇങ്ങനെ ആഭാസങ്ങളെ പ്രചരിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെ ഫണ്ടിങ് എവിടുന്നാണ് വരുന്നത്? ഇതിൻ്റെയൊക്കെ മൂലം ഏതാണ്? അത് അന്വേഷിക്കണ്ടേ? ഇപ്പോൾ കഴിഞ്ഞൊരു 15 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കേട്ടിട്ടില്ല ആർത്തുങ്കൽ പള്ളിയോ വെളുത്തച്ഛനോ അയ്യപ്പനുമായി ബന്ധപ്പെടുന്നത്. ഇന്നത് വ്യാപകമായി കഴിഞ്ഞു. അപ്പോൾ എന്തായി? ഒരു ഭാഗത്ത് വാവര് സ്വാമിയാണ്, വാവര് സ്വാമിയായി. മറ്റൊരു ഭാഗത്ത് ഈ വെളുത്തച്ഛനായി. ഇതെല്ലാം അങ്ങോട്ട് മാത്രമാണ്. പണ്ട് 2 പേര് കൂട്ടുകച്ചവടം ചെയ്തിട്ട് പൈസ സ്വരൂപിച്ചിട്ട് ഒരു പായയും കൈക്കോട്ടും മേടിച്ചു. പായയും കൈക്കോട്ടും മേടിച്ചിട്ട് വീതം വെക്കുന്ന ആൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്തോളൂ, നിനക്കാണല്ലോ ആദ്യം തരേണ്ടത്, അതുകൊണ്ട് നീ പകൽ പായ എടുത്തോളൂ, എനിക്ക് രാത്രി തന്നാൽ മതി. ഞാൻ ഒരു കാര്യം ചെയ്യാം, കൈക്കോട്ട് നിനക്ക് രാത്രി തരാം. 2 കാര്യം നടക്കില്ല. 2 കാര്യം നടന്നല്ലോ, 2 കാര്യം നടന്നു. ഇതുപോലുള്ള വീതം വെക്കല. ഒരു ഭാഗത്ത് വാവര് വീതം വെച്ചു, മറ്റേ ഭാഗത്ത് വെളുത്തച്ഛനും വീതം വെച്ചു. പിന്നെ നിനക്കെന്തടേ അയ്യപ്പ? അല്ല, ഇതല്ലേ നേരത്തെ സൂചിപ്പിച്ച ഈ ഇസ്ലാമികവൽക്കരണവും ക്രൈസ്തവവൽക്കരണവും? ഇതിനാര് കൂട്ടുനിൽക്കുന്നു? അല്ല, ഇതിനെ ചെറുക്കാൻ എന്തുകൊണ്ട് ഹിന്ദു സമൂഹത്തിന് കഴിയുന്നില്ല? ഇതിനെ ചെറുക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ ഇത്തരം ആശയപ്രചരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളിപ്പോൾ ജനജൻ ടി വിയിലാണ് സംഭാഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആശയപ്രചരണം ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളെപ്പോലുള്ള ഒരു വർഗീയവാദികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് ചെയ്യുമ്പോൾ സത്യസന്ധമായി പറയുമ്പോൾ വർഗീയവാദിയാണ്. ഒരു വിരോധവും മാത്രമല്ല, സ്വാമിജിയും ചിദാനന്ദപുരി സ്വാമിയും മാതാ അമൃതാനന്ദമയി ദേവിയും എല്ലാവരും വർഗീയവാദികൾ. ഒരു സംശയവും അതിലില്ല. ഇതിൻ്റെ ഇപ്പം ഏറ്റവും പുതിയൊരു വിവാദം കൂടി സംസാരിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. വഖഫ്. ശബരിമലയിലെ ഈ പ്രശ്നത്തിൻ്റെ പിന്നിൽ പോലും ഒരു വഖഫ് ഗൂഢാലോചനയുണ്ടോ എന്ന് സംശയം ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ അതിഭീകരമായ, നമ്മൾ ഒട്ടും ലാഘവത്തോടു കൂടി അല്ലാതെ കാണേണ്ടുന്നൊരു വിഷയമാണ് വഖഫിൻ്റെത്. കാരണം നമ്മുടേത് പരമാധികാര റിപ്പബ്ലിക്കാണ്, സോവറിൻ സ്റ്റേറ്റാണ്. ഇപ്പോൾ സോവറിൻ സ്റ്റേറ്റായ ഭാരതത്തെ സംബന്ധിച്ച് ആ സോവറിൻ സ്റ്റേറ്റ് നിലനിൽക്കണമെങ്കിൽ അതിനൊരു ഭരണഘടന, ആ ഭരണഘടനയ്ക്ക് അനുസൃതമായ നിയമം, ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ തന്നെ വ്യക്തമായി ഈക്വാലിറ്റി ഓഫ് ജസ്റ്റിസ് പറഞ്ഞിട്ടുള്ള വിഷയമാണ്. അപ്പോൾ നിയമപരമായ തുല്യത, ഈ നിയമപരമായ തുല്യത എന്ന അടിസ്ഥാനമാണ് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഇൻ്റഗ്രിറ്റി, അഖണ്ഡത നിലനിർത്തുന്നത്. അവിടെയാണ് അതിന് വിരുദ്ധമായ ഒരു നിയമവ്യവസ്ഥ വഖഫ് നിയമ ഭേദഗതിയിലൂടെ 2013 വന്നിട്ടുള്ളത്. ഇത് അപകടകരമാണ്. മഹാനായ അംബേദ്കറെ പോലുള്ള വളരെ വിചാരശീലന്മാരായവർ ഒത്തുചേർന്ന്, പണ്ഡിതന്മാർ ഒത്തുചേർന്ന് രൂപപ്പെടുത്തിയ നമ്മുടെ ഭരണഘടനയിൽ സെക്യുലർ എന്നൊരു പദം ഉണ്ടായിരുന്നില്ല. ഇല്ല എന്ന് മാത്രമല്ല, ഒരു പ്രതിപക്ഷം പോലും ഇല്ലാതിരുന്ന സമയത്ത്, പ്രതിപക്ഷ നേതാക്കന്മാരൊക്കെ ഹോം അറസ്റ്റിലായിരുന്ന സമയത്ത്, ഹൗസ് അറസ്റ്റിലായിരുന്ന സമയത്താണ് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സെക്യുലറിസം വന്നത്. ഈ സെക്യുലറിസം വന്നതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഞാൻ 2013 ഈ ഭേദഗതിയെ നോക്കി കാണുന്നത്. അതോടുകൂടിയാണ് വഖഫ് പ്രോപ്പർട്ടിയെ സംബന്ധിച്ച് എന്ത് ഡിസ്പ്യൂട്ട് വന്നാലും ട്രിബ്യൂണലിലേ പോകാവൂ, കോടതിയിൽ പോകാൻ പാടില്ല, സിവിൽ കോടതിയിൽ പോകാൻ പാടില്ല. പിന്നെ എങ്ങനെയാണ് നമ്മളെ ഈക്വാലിറ്റി ഓഫ് ജസ്റ്റിസ് വരുന്നത്? അത് കഴിഞ്ഞു, വർഷങ്ങൾ ഇത്രയായി.
ഇതുവരെ വലിയൊരു ഒച്ചപ്പാടില്ലാതെയോ മറ്റോ നമ്മൾ കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ ഇത് 1 വർഷമേ ആയിട്ടുള്ളൂ, ഒന്നിന് പിറകെ ഒന്നായി ഇത് ഞങ്ങളുടേതാണെന്നുള്ള അവകാശവാദങ്ങളും മറ്റും വരാൻ തുടങ്ങിയിട്ട്. കുറേ കൊല്ലമായി കേസുകൾ നടക്കുന്ന സ്ഥലങ്ങളുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. ഇപ്പോൾ മുനമ്പമൊക്കെ കുറേ കൊല്ലങ്ങളായിട്ട് അതിൻ്റെ നിയമപരമായ വിഷയങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴാണ് മൊത്തം ഭാരതത്തിൽ ഒന്നായിട്ട് സടകുടഞ്ഞ് എഴുന്നേറ്റ് ഇതെല്ലാം ഞങ്ങളുടേതാണെന്നുള്ള വഖഫ് അവകാശവാദങ്ങൾ വരുന്നത്. 2047 ബന്ധപ്പെട്ടിട്ടല്ലേ സത്യം? തീർച്ചയായിട്ടും 2047 ബന്ധപ്പെട്ടിട്ടാണ്. 1, അപ്പോഴത്തേക്ക് ഞങ്ങൾ പൂർണ്ണമായി ഇത് ഇസ്ലാമിക രാഷ്ട്രമാക്കും. 2, ഇന്നത്തെ ഭാരതത്തിൻ്റെ ഭരണ സംവിധാനത്തിനനുസൃതമായി നട്ടലുള്ള ഒരു സർക്കാർ ഭരിക്കുമ്പോൾ രാഷ്ട്രത്തിനെ വികസിപ്പിക്കാനുള്ള തരം നിയമവ്യവസ്ഥകൾ വരുമെന്നുള്ളത് ഉറപ്പാണ്. അതിൻ്റെ ഭാഗമായി ഈ ഭരണഘടനയ്ക്ക് തന്നെ വിരുദ്ധമായി നമുക്ക് മനസ്സിലാക്കേണ്ടുന്ന വഖഫ് നിയമത്തിൽ ഭേദഗതി വരുത്തുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ നിലയ്ക്ക് ആ ഭേദഗതി നിയമം വരുന്നതിന് മുമ്പായിട്ട് അവകാശവാദങ്ങളെ ഉന്നയിക്കുകയും മുഴുവൻ വഖഫ് പ്രോപ്പർട്ടിയാക്കി മാറ്റുകയും ചെയ്യുക എന്നുള്ളൊരു കാഴ്ചപ്പാടോടുകൂടിയാണ് പെട്ടെന്ന് തന്നെ ഈ ഒരു ആക്രാമികമായ സ്വഭാവത്തിലുള്ള പിടിച്ചടക്കലുകൾ, വാദങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. കഴിയുന്നില്ല എന്ന് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ വഖഫ് വിഷയം കേരളത്തിലധികം ചർച്ചയായത് മുനമ്പത്തോടു കൂടിയാണ്. അതെ. നേരെ മറിച്ച് ബീജാപ്പൂരിലായാലും അതുപോലെ തമിഴ്നാട്ടിൽ പല സ്ഥലങ്ങളിലായാലും ദില്ലിയിലായാലും ബംഗാളിലായാലും ഒക്കെ അതിന് മുമ്പേ ഈ പ്രശ്നമുണ്ട്. പക്ഷേ കേരളത്തിൽ വലിയ ചർച്ച വന്നത് മുനമ്പം വന്നതിന് ശേഷമാണ്. ഈ മുനമ്പത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായി ചിലത് മനസ്സിലാവും. അതായത് ഞാൻ അവിടെ പോയി, വളരെ നല്ല രീതിയിൽ അവിടുത്തെ വികാരിയും ആ സമരപന്തലിലുള്ളവരൊക്കെ സ്വീകരിച്ചു. നമ്മളവിടെ സംസാരിച്ചു, അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു, എല്ലാം ചെയ്തു. പക്ഷേ പോകുന്ന സമയത്ത് കണ്ട പല ഫ്ലക്സ് ബോർഡുകളും നമ്മൾ വളരെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. കാരണം മുനമ്പം സമരപ്പന്തലിലേക്ക് വി ഡി സതീശന് സ്വാഗതം, അഭിവാദ്യങ്ങൾ, അതുപോലെ പല കോൺഗ്രസ് നേതാക്കന്മാരുടെയും മനോഹര ചിത്രങ്ങളോടുകൂടി അവിടത്തേക്ക് സ്വാഗതം എന്ന് പറഞ്ഞിട്ടുള്ള ബോർഡുകൾ ഞാൻ കാണാനിടയായി. വളരെ സന്തോഷം. തീർച്ചയായിട്ടും അതാണ് വേണ്ടത്. നമുക്കൊരു രാഷ്ട്രീയ പാർട്ടിയുടെ വ്യത്യാസവും നമ്മൾ കൽപ്പിക്കരുത്. രാഷ്ട്രീയ പാർട്ടിയല്ല, രാഷ്ട്രീയമാണ് നമുക്ക് മുഖ്യം, പാർട്ടിയല്ല. അതുകൊണ്ട് ആര് തന്നെ അത്തരം ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനങ്ങളെ തുറന്നു കാണിക്കാൻ അവിടത്തേക്ക് പോകുന്നതിലും സന്തോഷമേ ഉള്ളൂ. എന്നാൽ ഈ അതിഭീഷണവും രാഷ്ട്രധ്വംസകവുമായ ഒരു നിയമത്തിന് ഭേദഗതി വരുത്താൻ വേണ്ടി സർക്കാർ ശ്രമിക്കുമ്പോൾ അതിനെ പാർലമെൻറ്റിൽ എതിർത്തിട്ട് ഈ ധ്വംസനം നടക്കണം എന്ന് വാദിക്കുക, അതിനുവേണ്ടി നിലകൊള്ളുന്ന പാർട്ടി ഇവിടെ സമരപ്പന്തലിൽ പോയിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക, അനുഭാവം പ്രകടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കാപട്യമാണ്. ഈ ഇരട്ടത്താപ്പിനെ, ഈ കാപട്യത്തെ പ്രവർത്തിക്കുന്നവർക്ക് സ്വാഗതം ചെയ്യാൻ ഇവിടെ ഫ്ലക്സ് ബോർഡ് വെക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ ഇരട്ടത്താപ്പാണ്. ഇവിടെയാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് രാഷ്ട്രത്തിലെ പൗരന്മാരെല്ലാവരും ഒറ്റക്കെട്ടായി നിലകൊണ്ട് അവിടെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ വ്യത്യാസമില്ലാതെ രാഷ്ട്രം നിലനിന്നാലേ നമ്മളുള്ളൂ, രാഷ്ട്രം നിലനിന്നില്ലെങ്കിൽ നമ്മളില്ല എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ വഖഫ് നിയമ ഭേദഗതി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നതിനെ 100% പിന്തുണയ്ക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവുകയാണ് വേണ്ടത്. അതിനുള്ള ഇച്ഛാശക്തിയുള്ള ഭരണവ്യവസ്ഥ നിലനിൽക്കണം. അതിനെ അട്ടിമറിക്കേണ്ടത് ഭാരതത്തെ ധ്വംസിക്കേണ്ടവരുടെ ആവശ്യമാണ്. വാസ്തവത്തിൽ അത്തരം നീക്കങ്ങളൊക്കെ ഈ കഴിഞ്ഞ ഇലക്ഷൻ ഉണ്ടായിട്ടില്ലേ അന്തർധാരയിലെന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്. കാരണം വ്യാപകമായി ഇസ്ലാമിക വോട്ടുകളുടെ കൺസോൾട്ടേഷൻ നടന്നിട്ടുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല പല സ്ഥലങ്ങളെയും നമ്മൾ നോക്കുന്ന സമയത്ത്. അപ്പോൾ ഇത്തരം ആശയങ്ങളുടെ ചർച്ചകൾ തീർച്ചയായിട്ടും അന്തർധാരയിൽ ഉണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഭാരതം വിജയിക്കണമെങ്കിൽ, ഭാരതം അഖണ്ഡമായി നിലനിൽക്കണം എന്ന് അഭിലഷിക്കുന്നവർ ഭരണത്തിൽ തുടരണം. അത് ശക്തമായിരിക്കണം. നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയ്ക്കനുസരിച്ച് ശക്തമായ ഭൂരിപക്ഷത്തോടു കൂടി നിലനിന്നാൽ മാത്രമേ നയപരിപാടികൾ നടപ്പിലാക്കാൻ കഴിയൂ. വ്യക്തമാണ്. സ്വാമിജിയുടെ ചിന്താധാര ശുഭ്രമാണ്. നിലപാടുകളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും അദ്ദേഹമില്ല. അനവരതം
കേരളത്തിലുടനീളം, ഭാരതത്തിലുടനീളം, ലോകത്തുടനീളം ഹിന്ദുത്വത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും പ്രതീകമായി, പ്രവാചകനായി സ്വാമി ചിദാനന്ദപുരി നമ്മളോടൊപ്പമുണ്ട്. നന്ദി, നമസ്കാരം. നമസ്കാരം.